യഥാർത്ഥത്തിലുള്ള ഔലിയാക്കന്മാർ ആരാണ്, അവരുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയത്. ഇനി നമ്മുടെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച് മരിച്ചുപോയ ചിറ്റടി മീറ്റൽ മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചാണ് ഇന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ചില സംഘടനയുടെ വക്താക്കൾ, മുസ്ലിമീങ്ങളിൽപ്പെട്ടവർ, അയാൾ അള്ളാഹുവിൻ്റെ വലിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പടി കടന്ന് അയാൾ ലോകം നിയന്ത്രിക്കുന്ന വ്യക്തിയാണ്, അതിന് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ ഹദീസുകളിൽ നിന്നുമെല്ലാം തെളിവുകളും നിരത്തുന്ന അതിദാരുണമായ ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തിയെ ഇരു സമസ്തയും ഇനി സമസ്തയല്ലാത്തവരും വലിയാണ് എന്ന കാര്യത്തിൽ രണ്ട് സമസ്തക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമാണ്. ഇനി സമസ്തക്ക് പുറത്തുള്ള ആളുകളും അയാളെ വലിയായി കൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ സംസാരം ശ്രവിക്കുന്ന പൊന്നു മുഅ്മിനീങ്ങൾ, അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കൂടെ സ്വർഗത്തിൽ കടക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെയും അമ്പിയാക്കന്മാരുടെ കൂടെ സ്വർഗീയ ലോകത്ത് സുഖമായി കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ദീനിനോട് കൂറുള്ള എല്ലാവരും ഇനി എൻ്റെ സംസാരം ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണം. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മരിച്ചുപോയ വ്യക്തിയെ ഇകഴ്ത്തുകയോ പുകഴ്ത്തുകയോ പ്രത്യേകമായി ചെയ്യേണ്ട കാര്യമില്ല. അതേ സമയത്ത് ഒരു വ്യക്തിയുടെ പേരിൽ ചില ആളുകൾ ഇല്ലാത്തത് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ വരെ സ്ഥാനത്തേക്ക് ആ വ്യക്തിയെ ഉയർത്തുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ തനിനിറമെന്താണ്, ആ വ്യക്തി ആരായിരുന്നു, തൻ്റെ ജീവിതത്തിൽ അയാൾ കാണിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യവും വ്യക്തവുമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, കെട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല, സമസ്തക്കാർ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നും അവർ പ്രസംഗിച്ചിട്ടുള്ള ക്ലിപ്പുകളിൽ നിന്നും CM മടവൂർ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും അള്ളാഹുവിൻ്റെ വലിയാകാൻ യോഗ്യനായ വ്യക്തിയല്ല എന്ന് 10 തെളിവുകളാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ ആദർശ സമ്മേളനത്തിൽ നമ്മൾ പറയുന്നത്. ഇനിയും ആദർശ സമ്മേളനങ്ങൾ വരുന്നു. വേണമെങ്കിൽ ആവശ്യമായ തെളിവുകൾ നമുക്ക് വീണ്ടും കൂടുതൽ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ CM മടവൂർ എന്തുകൊണ്ട് വലിയല്ല? ഇവിടെ CM മടവൂർ വലിയുള്ള എന്ന് ചില ആളുകൾ പറയുന്നു. നമ്മൾ തിരുത്തി പറയുന്നു, CM വലിയുള്ള അല്ല, വലിയല്ല എന്നതാണ് പറയേണ്ടത്. എന്തുകൊണ്ടാണ് CM വലിയല്ല എന്ന് നമ്മൾ പറയുന്നത്? ഒന്നാമത്തെ കാരണം, നമുക്കറിയാം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ വിശേഷണം നമ്മൾ പറഞ്ഞപ്പോൾ അവർ കൃത്യമായി നമസ്കരിക്കുന്നവരാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്ന സമയബന്ധിതമായ ആരാധനയാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ഒരു വലിയും ഒരു പ്രവാചകനും ഒരു വിശ്വാസിയും വരുത്തുകയില്ല. അതേ സമയത്ത് CM മടവൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ തന്നെ ഇറക്കിയിട്ടുള്ള പുസ്തകമാണ് മടവൂർ CM വലിയുല്ലാഹി എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ നിന്നാണ് ഞങ്ങൾ കാര്യമായി കൊണ്ട് തെളിവുദ്ധരിക്കുന്നത്. ഇതിൽ CM മടവൂരിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യത്തിൽ കാണാം, 3-ാം ഘട്ടത്തിൽ ശരീഅത്തിന്റെ പല ഭാഗങ്ങളും വിട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്. താടിയും തലപ്പാഴും ഒഴിവാക്കിയിരുന്നു. നമസ്കാരത്തിന് പകരം എല്ലായിടത്തും സുജൂദ്. അഥവാ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് വലിയല്ല എന്ന് പറയുമ്പോൾ അതിന് മുജാഹിദുകൾ കൊടുക്കുന്ന ഒന്നാമത്തെ ഉത്തരം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിക്കൊണ്ടും അയാൾ 5 നേരം നമസ്കരിക്കേണ്ട നമസ്കാരം CM മടവൂർ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്ന് സമസ്തയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണാലയം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറയുന്നു. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അയാൾ ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് സഹാബത്ത് വിശ്വസിക്കുമ്പോൾ CM മടവൂർ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി CM മടവൂരിന്റെ മദ്ഹ് പറയാൻ വേണ്ടി ഇറക്കിയ പുസ്തകത്തിൽ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇനി CM മടവൂർ മാത്രമല്ലോ, CM മടവൂരിന്റെ ഉസ്താദായിക്കൊണ്ട് അറിയപ്പെടുന്ന പുലിമൈദീൻ, ആ പുലിമൈദീൻ അയാളും നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. കേട്ടോളൂ, മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിലെ 3 വർഷക്കാലത്തിനിടയിൽ ഒരു ദിവസം മഗ്രിബും ഇശായും മാത്രമാണ് മൊയ്തീൻ സാഹിബ് നമസ്കരിച്ചതത്രേ.
ഇപ്പൊ 3 വർഷക്കാലത്തിനിടക്ക് ഈ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉസ്താദ് നിസ്കരിച്ചത് ആകെ ഒരു ദിവസം മഗ്രിബും ഇശാവും മാത്രം. ഈ ഉസ്താദിന്റെ ശിഷ്യനായ CM മടവൂര് നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മുജാഹിദുകൾ പറയുന്നു CM വലിയുള്ളയല്ല, CM വലിയല്ല. ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ് എന്താണ്? CM മടവൂരിനെ കുറിച്ച് ഇവർ തന്നെ കൃത്യമായി കൊണ്ട് പറയുന്നു CM മടവൂര് നോമ്പ് നോൽക്കാറുണ്ടായിരുന്നില്ല. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, വിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്, അവരുടെ മുൻഗാമികളായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ഈ CM മടവൂർ എന്ന് പറയുന്ന പുസ്തകം ഇറക്കിയിട്ടുള്ളത് ക്യാപിറ്റൽ ഇന്റർനാഷണൽ ബുക്സ് എന്ന് പറയുന്ന കോഴിക്കോട് മർക്കസിലെ പുസ്തകാലയം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്ന്. ഇതേതെങ്കിലും മുജാഹിദുകൾ ദുരാരോപണം പറയാൻ വേണ്ടി ഈ പുസ്തകമല്ല. CM മടവൂർ എന്തുകൊണ്ട് വലിയല്ല? രണ്ടാമത്തെ ഉത്തരം, CM മടവൂർ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നില്ല. ഇതിന്റെ 99-ാമത്തെ പേജിൽ അവർ കൃത്യമായി കൊണ്ട് എഴുതുന്നു, ശേഖുന നോമ്പ് നോറ്റിരുന്നതിന് പുറമെ പകൽ സമയത്ത് ചിലർക്ക് ബാക്കിയുള്ള ഭക്ഷണവും മറ്റും കൊടുത്ത് നോമ്പ് മുറിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് മുജാഹിദുകൾ എഴുതിയതല്ല. അപ്പൊ CM മടവൂര് പരിശുദ്ധ റമദാനിൽ പരസ്യമായി കൊണ്ട് നോമ്പ് നോറ്റിരുന്നില്ല. ഇതൊരു വിശ്വാസിക്ക് പറ്റിയ ഒരു വലിയന് പറ്റിയ വിശേഷണമാണോ? അതുകൊണ്ട് തന്നെ CM മടവൂര് വലിയല്ല. രണ്ടാമത്തെ തെളിവ്. മൂന്നാമത്തെ തെളിവ്, CM മടവൂർ എന്ന് പറയുന്ന വ്യക്തി പരിശുദ്ധ റമദാനിൽ നോമ്പ് നോറ്റ വ്യക്തികളെ നോമ്പ് പരസ്യമായി കൊണ്ട് മുറിപ്പിച്ചിരുന്നു. ഇതും ഈ കിതാബിൽ തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ 99-ാമത്തെ പേജിൽ CM മടവൂർ നോമ്പ് നോറ്റിരുന്നില്ലെന്ന് മാത്രമല്ല, നോമ്പ് നോറ്റ ആളുകളെ നോമ്പ് മുറിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു ഇസ്ലാമിലെ വലിയനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹറാമ് ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് ഹറാമ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു ഇസ്ലാമിലെ വലിയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് CM മടവൂർ എന്ന് പറയുന്ന വ്യക്തി വലിയുള്ള അല്ല, അയാൾ വലിയല്ല. ഇതാണ് പറയേണ്ടത്. വലിയുള്ള എന്നയാളെ കുറിച്ച് പറയാൻ പാടില്ല, അയാളെ സംബന്ധിച്ച് വലിയല്ല എന്ന് പറയണം. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബിയുടെ മിമ്പറിൽ വെച്ചുകൊണ്ട് ഒരു കയ്യിൽ സ്വർണവും ഒരു കയ്യിൽ പട്ടും പിടിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഈ 2 കാര്യങ്ങളും എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് ഹറാമാണ്. അതാ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം ധരിക്കൽ ഹറാമാണ്. പക്ഷെ CM എന്ന് പറയുന്ന വ്യക്തി വലിയുള്ളയായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്ന വ്യക്തി പരസ്യമായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ കൽപ്പനയെ ധിക്കരിച്ച് പരസ്യമായി കൊണ്ട് സ്വർണം ധരിച്ചിരുന്നു. ഇതിന്റെ 69-ാമത്തെ പേജിൽ കൃത്യമായി. ഇതൊന്നും മുജാഹിദുകൾ എഴുതിയതല്ല, ഇതൊക്കെ CM മടവൂരിന്റെ പോരിശ പറയാൻ വേണ്ടി എഴുതിയ പുസ്തകത്തിൽ ഇതാ കാണാം. അതാ CM മടവൂർ മറ്റൊരു ഘട്ടത്തിൽ താടിയും മുടിയും വളർത്തി കണ്ടാൽ ഭയം തോന്നിക്കുന്ന രീതിയിലായിരുന്നു. അക്കാലത്ത് കണക്കില്ലാതെ വെറ്റില ചവച്ചിരുന്നു. പിന്നീട് താടിമുടികൾ പാടെ നീക്കം ചെയ്തു. കാറിൽ മാത്രമായ യാത്ര. തുരുതുര സിഗരറ്റ് വലിച്ചിരുന്നു. സ്വർണമോതിരവും ചെയിനും ധരിച്ചിരുന്നു. ഇത് മുജാഹിദികളുടെ പുസ്തകമല്ല, ഇത് മർക്കസ് കോംപ്ലക്സിൽ നിന്ന് AP വിഭാഗം ഇറക്കിയ പുസ്തകമാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഒരു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാർക്ക് ഹറാമാക്കിയ സ്വർണം പരസ്യമായി കൊണ്ട് ധരിച്ച വ്യക്തിയെ കുറിച്ച് അയാൾ വലിയല്ല എന്നാണ് പറയേണ്ടത്. അയാളെ സംബന്ധിച്ച് വലിയുള്ള എന്ന് പറയാൻ പാടില്ല. അത് തെറ്റാണ്. 4 തെളിവുകൾ പറഞ്ഞു. 5-ാമത്തെ തെളിവ് കേട്ടോ, ഒരു വലിയൊരിക്കലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകൾ ധിക്കരിക്കുകയില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ താടി വളർത്തുന്നവരായിരിക്കും. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ താടി വളർത്തുന്ന ഒരിക്കലും താടി വടിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകൾ. അതുപോലെ തന്നെ ഉലമാക്കളുടെ വിശദീകരണങ്ങൾ. പക്ഷെ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തി അയാൾ താടി വടിച്ചിരുന്നു. ഇതിന്റെ 68-ാമത്തെയും 69-ാമത്തെ പേജിലും കൃത്യമായി കൊണ്ട് കാണാം. പിന്നീട് താടിമുടികൾ പാടെ നീക്കം ചെയ്തു. താടിയില്ലാത്ത വ്യക്തി ലോകത്ത് ഏത് ഇമാമിനാണ് താടിയില്ലാത്തത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൃദ്ധമായ താടിയില്ലേ? ഏറ്റവും വലിയ റസൂലുള്ളാഹിയല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ താടി വടിക്കുന്നത് ഒരിക്കലും ഒരു വിലായത്തിന്റെ അടയാളമല്ല. 5-ാമത്തെ തെളിവ്. 6-ാമത്തെ തെളിവ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതം നമുക്കറിയാം, ഔലിയാക്കന്മാരുടെ കുടുംബജീവിതം നമുക്കറിയാം. പക്ഷെ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബജീവിതത്തിൽ അയാൾ ഒരു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചിട്ട് എന്താണ്ടായത്? ഇവർ തന്നെ എഴുതിയിട്ടുണ്ട്, ആ കല്യാണം കഴിച്ച പെണ്ണിനോട് ഒരു നിലക്കും ഒരു ബന്ധവും സ്ഥാപിക്കാതെ ആ പെണ്ണിനെ അകാരണമായി ഒരു കാരണവുമില്ലാതെ ത്വലാഖ് ചൊല്ലി. ഇത് ഈ പുസ്തകത്തിൽ മാത്രമല്ല, CM മടവൂർ എന്ന് പറയുന്ന ഈ പുസ്തകത്തിലും, വലിയുല്ലാഹി CM മടവൂർ എന്ന് പറയുന്ന ഈ പുസ്തകത്തിലും ആ CM മടവൂർ തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയ കഥ കൃത്യമായിക്കൊണ്ട് വലിയ പോരിശിയായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ത്വലാഖ് ചെല്ലുമല്ലാതെ ഒരിക്കലും ഒരു പിന്നെ വലിയ കുറ്റമല്ല. പക്ഷേ CM മടവൂർ കല്യാണം കഴിച്ചിട്ട് പെണ്ണിനെ തിരിഞ്ഞു നോക്കിയില്ല. ഒരു വലിയനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തുകൾ പാലിച്ച് ജീവിക്കുന്ന വലിയാണെങ്കിൽ അയാളുടെ ദാമ്പത്യ ജീവിതം റസൂലുള്ളാഹിയിൽ മാതൃകയുണ്ട്, പ്രവാചകന്റെ സഹാബത്തിൽ മാതൃകയുണ്ട്. ഇയാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് ഒരു കാരണവുമില്ലാതെ ത്വലാഖ് ചൊല്ലിയ വ്യക്തിയാണ്. ഇവർ പിന്നെ വലിയുല്ലാഹി ആയിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 7ാമത്തെ തെളിവ്, CM എന്ന് പറയുന്ന വ്യക്തി ഈ മുസ്ലിയാർ ഒരിക്കലും അള്ളാഹുവിന്റെ വലിയല്ല. കാരണം എന്താ അറിയോ? ഇതിന്റെ 68ാമത്തെ പേജിൽ കാണാം, അയാൾ തുരുതുര സിഗരറ്റ് വലിച്ചിരുന്നു. കണ്ടോ? വലിയുള്ളതാണ്. ഈ ഹറാമായ കാര്യങ്ങൾ, പുകവലി, ലഹരി ഉപയോഗിച്ചിരുന്ന ഈ സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്ന ഹറാമും പരസ്യമായി കൊണ്ട് ചെയ്ത വ്യക്തിയാണ് CM. 7ാമത്തെ തെളിവ്, 8ാമത്തെ തെളിവ് പിടിച്ചോ, CM മടവൂർ സ്വന്തം മാതാവിനോട് സംസാരിക്കാറുണ്ടായിരുന്നില്ല. സ്വന്തം ഉമ്മയോട് പോലും സംസാരിക്കാത്ത വ്യക്തിയായിരുന്നു CM മടവൂരെന്ന് ഈ AP വിഭാഗം ഇറക്കിയ പുസ്തകത്തിൽ ഇതൊന്നും നിഷേധിക്കാൻ കഴിയില്ല. ഇനി പുസ്തകം കണ്ട് പിൻവലിക്കേണ്ടി വരും. ഇപ്പൊ ചില ആൾക്കാർ ഈ വലിയ കറാമത്തക്കരെയും പുസ്തകമൊക്കെ ചിലത് പിൻവലിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് എല്ലാം ഞങ്ങൾ പിൻവലിപ്പിക്കും. ആ അള്ളാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾ കടത്തിക്കൂട്ടിയ മുഴുവൻ ഖുറാഫാത്തുകളും നിങ്ങൾ പിൻവലിച്ച് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് മുജാഹിദുകൾ ആദർശയുദ്ധം തുറന്നുകൊണ്ടേയിരിക്കും. ഇവരിതിൽ പറയാണ്, അവർ ഉമ്മയോട് സംസാരിച്ചിരുന്നില്ല. ഇതിന്റെ 57ാമത്തെ പേജിൽ ക്രമേണ ശൈഖുനാക്ക് കുടുംബജീവിതത്തോട് വിരക്തി അനുഭവപ്പെട്ടു തുടങ്ങി. ഉമ്മയോടും ഭാര്യയോടും സംസാരിക്കാതെയായി. സ്വന്തം നൊന്ത് പ്രസവിച്ച ഉമ്മയോട് സംസാരിക്കാത്ത ഏത് വലിയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ചരിത്രത്തിൽ നിങ്ങൾ കാണിക്കാൻ കഴിയാ? അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഭാര്യമാരോട് സംസാരിക്കുകയും ആ ഭാര്യമാരോട് ജീവിക്കുകയും ചെയ്തിട്ടില്ലേ? റസൂലുള്ളാഹിന്റെ സഹാബത്തില്ലേ? സ്വന്തം ഉമ്മയോട് പോലും മാതാവിനോട് പോലും സംസാരിക്കാത്ത വ്യക്തി. 8 തെളിവുകളായി. 9ാമത്തെ തെളിവ് എന്താ അറിയോ? മൂത്രമൊഴിച്ചാൽ കഴുകാറുണ്ടായിരുന്നില്ല. വലിയന്റെ വിശേഷണം ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിന്റെ 97ാമത്തെ പേജിൽ CM മടവൂര് മൂത്രമൊഴിച്ചാൽ കഴുകാറുണ്ടായിരുന്നില്ല. ഇതൊക്കെ പരസ്യമായി ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. നിങ്ങൾ പച്ചയായി മലയാളത്തിൽ എഴുതി വിട്ടിട്ടുണ്ട്. ഇതിന്റെ 97ാമത്തെ പേജിൽ ഒരു കഥ പറയുന്നുണ്ട്. എന്താണ്? CM മടവൂര് ശൈഖുന മൂത്രമൊഴിച്ചിട്ട് ശുദ്ധീകരിക്കാതെ എഴുന്നേറ്റ് പോയിരുന്നു എന്നാണ് ചിലരുടെ പരാതി. അപ്പൊ ഈ പരാതി പരിശോധിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണ് ചെറ്റുപറ്റ ഹുസൈൻ ആജി എന്ന് പറയുന്ന വ്യക്തി CM മടവൂരിന്റെ അടുത്തേക്ക് പോയി. ഇതിൽ കഥ പറയാൻ. അങ്ങനെ CM മടവൂരിന്റെ അടുത്തേക്ക് പോയപ്പോ CM മടവൂർ മൂത്രയിക്കാൻ പോയപ്പോ വെള്ളം കൊണ്ട് ഇയാൾ ഇങ്ങനെ നിന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടും CM മടവൂർ വരുന്നില്ല. ഇയാൾ അവിടെ അങ്ങനെ വെള്ളം കൊണ്ട് നിന്നല്ലാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ CM മടവൂർ റൂമിലെത്തിയിട്ടുണ്ട്. ഇതിൽ പരസ്യമായി എഴുതിയതാ. മാത്രമല്ല CM മടവൂര് മൂത്രമൊഴിച്ചാൽ കഴുകാറുണ്ടായിരുന്നില്ല എന്ന് ഒരു അനുഭവം ഒരാൾ പറയുന്ന ക്ലിപ്പുകൾ കേട്ടോളൂ. അങ്ങനെ ശൈഖുനാക്ക് മൂത്രമൊഴിക്കണമെന്നുള്ള ഒരു അടിസ്ഥാനം വന്നപ്പോൾ അവിടെ ഇരുന്ന് മൂത്രമൊഴിച്ചു എന്നുള്ളതാണ്. ഒഴിച്ച പാടിനെ വെള്ളം കൊണ്ട് കൊടുത്തപ്പോൾ എഴുതിച്ചായിരുന്നു. എന്നോട് കല്ലെടുക്കാൻ പറഞ്ഞു. കല്ല് വാങ്ങി അങ്ങോട്ട് ചാടി. അപ്പോൾ അന്നത്തെ കാലത്ത് കുറേ മൊയിലാറാണ് ഇരുന്നിട്ട് നോക്കുന്നുണ്ട്. കുറേ മൊയിലാക്ക് പറഞ്ഞു, മൊയിലാർ ആക്ഷേപിക്കുന്നതല്ല, ആക്ഷേപമുള്ള മൊയിലാറെ ഞാൻ ആക്ഷേപിക്കുന്നതാണ്. അപ്പൊ എന്താ പറഞ്ഞത്? CM മടവൂര് മൂത്രമൊഴിച്ചാൽ കഴുകാറുണ്ടായിരുന്നു. ആദ്യം വെള്ളം കൊണ്ടെടുത്തു, വെള്ളം വേണ്ടെന്ന് പറഞ്ഞു, കല്ല് കൊണ്ടെടുത്തു, കല്ല് വലിച്ചെറിഞ്ഞു എന്ന്. ഈ ആളാണ് വലിയുള്ള എന്ന് പറയും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു CM വലിയുള്ളയല്ല, വലിയല്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും ഒരു അള്ളാഹുവിന്റെ വലിയാകാൻ അയാൾക്ക് യോഗ്യതയില്ല.
ഇനി മാത്രമല്ല 10ാമത്തെ തെളിവ് പിടിച്ചോ, ഇതിനൊക്കെ മറുപടി പറയണം. ഇതിനൊക്കെ ഈ ഉമ്മത്തിന് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. പൊന്നു മുഅ്മിനീങ്ങൾ ശ്രദ്ധിച്ചോ, അള്ളാഹുവിന്റെ ഒരു ദീന് പോലും ജീവിതത്തിൽ പാലിക്കാതെ ജീവിച്ച ഈ വ്യക്തിയെ കുറിച്ചാണ് നിങ്ങൾ അള്ളാഹുവിന്റെ വലി എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പേരിലെ കളവാണത്, പടച്ച റബ്ബിന്റെ പേരിൽ കളവാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം എന്താ അറിയോ, ആരാന്റെ മുതൽ കട്ട് തിന്നിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോരാ, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോന്ന് അവസാനം അടിവസ്ത്രം മാത്രം ബാക്കിയാക്കിയ കഥയും ഇതിൽ പറയുന്നുണ്ട്. ഇത് മുജാഹിദികൾ എഴുതിയ പുസ്തകമല്ല, ഞാൻ വായിച്ചു തരാം. എന്താ അറിയോ, പിന്നീട് സർവം മറന്ന് ഊരു ചുറ്റുന്ന കാലത്ത് സ്വാഭാവികമായി കൊണ്ടും പിന്നെ വസ്ത്രത്തിന്റെ കുറിച്ച് തീരെ ശ്രദ്ധിക്കാതെ മുഷിഞ്ഞതും കീറിപ്പറഞ്ഞതും പുതിയതും പഴയതുമൊക്കെ ആ കാലഘട്ടത്തിൽ ഉള്ളിൽ ധരിച്ചു. മാനന്തവാടിയിൽ നിന്ന് മൈസൂർ വനത്തിലേക്കുള്ള ഏകാന്ത പദയാത്രക്കിടയിൽ കാട്ടിക്കൊടുത്തൊരു ഹോട്ടലിൽ കയറി വയറ് നിറയെ ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോകാൻ ഒരുങ്ങി. പീഡികക്കാരൻ പിടികൂടി. കയ്യിലൊന്നുമില്ലായിരുന്നു. ഷർട്ടും തുണിയും അഴിച്ചുമാറ്റി വടിവസ്ത്രങ്ങൾ മാത്രമെടുത്ത് ശൈഖ് വനത്തിലേക്ക് കടന്നു. ഇതൊന്നും മുജാഹിദുകൾ എഴുതിയതല്ല. ഇതൊക്കെ അള്ളാഹിന്റെ വലിയിന്റെ വിശേഷണമായി നിങ്ങൾ വിശ്വസിക്കണോ മുഅ്മിനീങ്ങളെ? ഇങ്ങനെ ഒരു വലിയുണ്ടാകോ? ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പള്ള നിറച്ച് തിന്നിട്ട് പുട്ടടിച്ചിട്ട് പൈസ ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഹോട്ടലുകാരൻ അയാളുടെ തുണിയും വസ്ത്രമൊക്കെ കഴിച്ച് അടിവസ്ത്രത്തിൽ ഷെഡിടിപ്പിച്ച് പായിപ്പിച്ചു എന്ന് ഒരു വലിയനെ സംബന്ധിച്ചൊരു മുസ്ലിമിന് വിശ്വസിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തി അള്ളാഹുവിന്റെ വലിയാണെന്ന് ഇനി കേരളത്തിൽ നിങ്ങൾ പറയാൻ പാടില്ല. ഇരു സമസ്തക്കാരോടും പറയുന്നു, ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ വലിയാണെന്ന് നിങ്ങൾ തെളിയിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 10 കാരണങ്ങൾ നിങ്ങൾ എഴുതിയതാണ്, അത് കൃത്യമായിക്കൊണ്ട് ഞങ്ങൾക്ക് കാണിക്കാനും കഴിയും. ഇനി CM മടവൂർ നോമ്പ് നോറ്റിട്ടില്ല, നിസ്കരിച്ച് എഴുതി മാത്രമല്ല, ചെറുശ്ശേരി മുസ്ലിയാർ പറയുന്ന ആ ക്ലിപ്പ് കൂടി നിങ്ങളൊന്ന് കണ്ടോളി. മൂപ്പര് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കണേ നമ്മൾ കാണൂല, നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു കേട്ടോ. CM മടവൂർ നോമ്പിന് ഭക്ഷണം കഴിക്കുന്നത് ചെറുശ്ശേരി കണ്ടിട്ടുണ്ട്. ഒരു യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബത്തോ പ്രവാചകനോ റമദാനിൽ, പരിശുദ്ധ റമദാനിൽ ഭക്ഷണം കഴിച്ചത് ഒരു സഹാബിയും കണ്ടിട്ടില്ല. ഇതുപോലെയുള്ള ഇസ്ലാമികമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും അവർ അള്ളാഹുവിന്റെ വലിയായി പ്രഖ്യാപിക്കുകയും ചെയ്യും. എന്നിട്ട് അവിടെ നിന്നോ ഈ വലിയല്ലാത്ത മനുഷ്യന് വലിയാക്കി എന്ന് മാത്രമല്ല, ഇത് സമസ്തയിൽ തന്നെ പല ആളുകൾ അംഗീകരിച്ചിട്ടില്ല. ഓക്കെ ഉസ്താദിനെ കുറിച്ച് പിന്നെ CM മടവൂരിനെ കുറിച്ച് ഉസ്താദിന് പറഞ്ഞപ്പോൾ അയാൾ നിസ്കരിക്കലുണ്ടോ എന്ന് ചോദിച്ചു. നിസ്കരിക്കലുണ്ടോ ചോദിച്ചപ്പോൾ പിന്നെ അയാൾക്ക് 40 തടിയാണ് എങ്കിൽ 40 തടിയും നിസ്കരിക്കണം. അപ്പൊ CM മടവൂരിനെ സംബന്ധിച്ച് അയാൾ ഒരു വലിയല്ല എന്നതായിരുന്നു ഉസ്താദ് വിശ്വസിച്ചത് എന്ന്. അതിപ്പോ ചില കാന്തപുരം പറയാണ് ഉസ്താദ് പറഞ്ഞു അല്ല. ഉസ്താദ് പറഞ്ഞത് അല്ലെങ്കിൽ ഉസ്താദിന്റെ കുട്ടികളും പേരക്കുട്ടികളും ഇവിടെ ഉണ്ട്. അവരാ പറയേണ്ടത്. ഉസ്താദിന്റെ പേരക്കുട്ടിയായ അബ്ദുൽ ഹസീബ് ഹസൻ ഒതുക്കുങ്ങലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അതിൽ അയാൾ കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട്, ഈ CM മടവൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമസ്കരിക്കാറുണ്ടോ? നമസ്കരിക്കുന്നത് കാണാറില്ല. ഉസ്താദ് വീണ്ടും ചോദിച്ചു, തിന്നതും കുടിക്കുന്നതും കാണാറുണ്ടോ? ഉണ്ട്. ഉസ്താദ് വീണ്ടും പറഞ്ഞു, എങ്കിൽ നമസ്കരിക്കുന്നതും കണ്ടിരിക്കണം. തിന്നണതും കുടിച്ചതും കണ്ടിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കലും കാണണം. അപ്പൊ നിസ്കരിക്കാത്തവൻ വലിയല്ലെന്ന് ഉസ്താദ് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞത് അല്ലെങ്കിൽ അത് പറയാൻ അർഹതയുള്ളത് ഉസ്താദിന്റെ മക്കളാണ്, പേരക്കുട്ടിയുടെ പോസ്റ്റ്. അതുകൊണ്ട് തന്നെ CM വലിയല്ല എന്ന് സമസ്തയിൽ തന്നെ ആളുകൾക്ക് അഭിപ്രായമുണ്ട്. പിന്നെ മുജാഹിദികൾ ഇവിടെ കൃത്യമായ തെളിവ് നിരത്തിക്കൊണ്ട് പറഞ്ഞു CM വലിയല്ല, അതുകൊണ്ട് കൃത്യമായി മറുപടി പറയണം. സഹോദരന്മാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മക്കയിലെ മുശ്രിക്കുകൾ പോലും, നിങ്ങൾ ശരിക്കും ചിന്തിക്കണം ഈ പോയിന്റ്, മക്കയിലെ മുശ്രിക്കുകൾ പോലും അവർ ആരാധിച്ചതും പ്രാർത്ഥിച്ചതും അള്ളാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കളോടാണ്. എന്ന് പറയുന്ന സ്വാലിഹീങ്ങളായ നല്ല പടച്ചറബനെ പേടിച്ച് ജീവിച്ച ആളുകളെയാണ് മക്കത്തെ മുശ്രിക്ക് ആരാധിച്ചത്, പ്രാർത്ഥിച്ചത്. അവർ മുശ്രിക്കാണ്. സ്വാലിഹീങ്ങളെ പ്രാർത്ഥിച്ചവൻ മുശ്രിക്കാണ്. പക്ഷെ ഇവിടെ സ്വാലിഹല്ലാത്ത, അള്ളാഹുവിന്റെ വലിയല്ലാത്ത ആളുകളെ പിടിച്ച് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ഇപ്പൊ പറഞ്ഞെന്താ അറിയോ, ഈ CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത്. അള്ളാഹുവിന്റെ അർശും കുർസിയും ഒക്കെ നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. അതുകൂടി അവർ പറഞ്ഞെത്തിയിരിക്കുന്നു വേഗത്തിൽ. ആകാശങ്ങളും അർശടക്കം ഫീ ത്വയ്യി ഖബ്ളതി, അതൊക്കെ എൻ്റെ ഒരു പിടിയിലാണ്. നമ്മൾ കടയിൽ പോയിട്ട് കോഴിമുട്ട വാങ്ങി എൻ്റെ കയ്യിൽ കോഴിമുട്ട എന്ന് പറയുന്നത് പോലെ
ആ രൂപത്തിൽ വളരെ അള്ളാഹു കൊടുത്ത അവർക്ക് കൊടുത്ത അധികാരങ്ങളും ശക്തികളും ആ നിഅമത്തുകൾ അവർ പറയുന്നു. അത് പറയാൻ അള്ളാഹു അവരോട് കൽപ്പിക്കുന്നു. അർശൊക്കെ എൻ്റെ ഒരു കയ്യിലാണ്, ഭൂമി മാത്രല്ല. ഇതിൻ്റെ എല്ലാം ഷോർട്ട് വാക്കാണ് മഹാനരായ കുതുബുൽ ആലം ശൈഖുന മടവൂർ ശൈഖുന പറഞ്ഞതാണ് മുദബ്ബിറുൽ ആലം, ലോകത്തിന്റെ നിയന്ത്രണം എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അർശും കുർസിയൊക്കെ CM മടവൂരിന്റെ കയ്യിലാണ്. ഇയാളെ സംബന്ധിച്ച് ഇവർ തന്നെ എഴുതിയിട്ടുണ്ട്, ഇയാൾ കുളിമുറിയിൽ വീണ് പരിക്ക് പറ്റിയെന്ന്. നിങ്ങൾ ആലോചിക്കണം, ലോകം നിയന്ത്രിക്കുന്ന ആള് ഈ കുളിമുറിന്റെ മുന്നിലുള്ള ഒരു സ്റ്റെപ്പ് പോലും കാണാതെ വീണ് പരിക്ക് ഉളുക്ക് പറ്റി കിടന്നു എന്ന് ഇവർ തന്നെ എഴുതിയിട്ടുണ്ട്. മരിക്കാൻ നേരത്തെ കണ്ണിന് കാഴ്ച പോയി ഇയാളെ ഇവർ എഴുതിയിട്ടുണ്ട്. ഈ ആളുകളെ അള്ളാഹുവിന്റെ അർശും കുർസിയും മുസ്ലിയാർക്ക് എന്താ മനസ്സിലായിട്ടുണ്ടോ? അള്ളാന്റെ അർശും കുർസിയും അതൊക്കെ റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ അള്ളാഹുവിന്റെ അർശും കുർസിയും തീർന്നില്ല സഹോദരന്മാരെ. ശരിക്കും മുഅ്മിനീങ്ങൾ ചിന്തിച്ചോ, അള്ളാന്റെ അർശും കുർസിന്റെ കയ്യിൽ മാത്രം ഞാൻ തന്നെയാണ് അള്ളാഹ്, ഞാൻ തന്നെയാണ് അള്ളാഹ്. ഇനി ഇതിലും വലിയ കുഫറുണ്ടോ? പറയട്ടെ മുസ്ലിയാരെ. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ശൈഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ശൈഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ഞാൻ അള്ളാഹുവാണ് എന്ന് CM മടവൂര് പറഞ്ഞു. ഇത് പറയുമ്പോ തന്നെ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കിക്കോളാം ഇയാൾക്ക് ബുദ്ധിയില്ലാന്ന്. നിങ്ങൾ ആലോചിച്ചു, ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാവിൽ ഇത് ആര് പറഞ്ഞു? ഇത് ഫിറഔൻ പറഞ്ഞതല്ലേ? അന റബ്ബുക്കുമുൽ അലാ. ഇത് ആരുടെ വാചകമാണ്? ഒരു വലിയന്റെ വാചകമാണോ? ഇത് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ ഫിറഔൻ പറഞ്ഞതാണിത്. ആ ഫിറഔനിന്റെ വാചകം പറഞ്ഞ വ്യക്തിയെ അള്ളാന്റെ വലിയായി കൊണ്ടു നടക്കാൻ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചിന്തിച്ചോളി. അതുകൊണ്ട് ഒരിക്കലും CMനെ കുറിച്ച് ഇനി കേരളത്തിൽ അയാൾ അള്ളാന്റെ വലിയ എന്ന് പറയുന്നത് സമസ്തന്റെ വലിയ എന്ന് പറഞ്ഞോളി. സമസ്തന്റെ വലിയാണ്, വലിയ സമസ്ത എന്ന് പറഞ്ഞോളി. വലിയുല്ലാഹി എന്ന് പറയരുത്. കാരണം അള്ളാഹുലേക്ക് ഒരു വിലായത്ത് ചേർത്തി പറഞ്ഞാൽ അത് വ്യാജമാണ്. കാന്തപുരത്തിന്റെ മുഫ്തി പട്ടം എപ്രകാരം വ്യാജമാണോ അപ്രകാരം വ്യാജമാണ് CMന്റെ വിലായത്തും എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇത്തരം പരിപാടികളെ കൊണ്ട് മെച്ചമുണ്ട്. അവസാനം തിരുത്തേണ്ടി വന്നു. ഇപ്പൊ പറഞ്ഞെന്താ അറിയോ? ഒതുക്കുങ്ങൽ വെച്ചുകൊണ്ട് AP വിഭാഗത്തിന്റെ ഉലമാ സമ്മേളനം പ്രഖ്യാപിച്ചു. അതിൽ അവർ കൊടുത്ത നോട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ അവർ പറയാണ്, വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും അതുപോലെ തന്നെ സംശയങ്ങൾ ഉണ്ടാക്കുന്നതുമായ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. സർവ്വ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ പ്ലെയിനുകൾ മുഴുവനും ഒരു വലിയ കണ്ണ് ചിമ്പിയാൽ കൂട്ടിയടക്കും തുടങ്ങിയ വാചകങ്ങൾ സംശയം ജനിപ്പിക്കും. അപ്പൊ വലിയ പിന്നെ CM മടവൂരിനെ കുറിച്ച് മുദബ്ബിറുൽ ആലം എന്ന് പറയാൻ പാടില്ല. പിന്നെ സ്വപ്നജീവി പകരം പറഞ്ഞല്ലോ വിമാനങ്ങളൊക്കെ കൂട്ടിയിടിക്കും, അങ്ങനൊന്നും പറയാൻ പാടില്ലെന്ന് മുജാഹിദുകളുടെ ശക്തമായ ദഅവത്തിന്റെ ഫലമായി നിങ്ങൾക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ഇവിടെ കൂടുതൽ വിശദീകരിക്കും. അവസാനം CM മുദബ്ബിറുൽ ആലം എന്ന് പറയാൻ പാടില്ലെന്ന് അത് കാന്തപുരം മുസ്ലിയാർക്ക് പോയി വാദം പറഞ്ഞു കൊടുക്കൂ. അതുപോലെ തന്നെ പകരം അസ്നിക്ക് വേദം ഓതി കൊടുക്കൂ. അതൊക്കെ മുജാഹിദുകളുടെ ദഅവത്തിന്റെ ഫലമാണ്. ഇൻഷാ അല്ലാഹ് മാറ്റമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ മാർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മാർഗത്തിൽ നമ്മളെല്ലാം ഉറച്ചു നിൽക്കുക. സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളുവാനും അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.